السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിന്റെ അനുഗ്രഹങ്ങളിൽ ആശിസുകൾ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിനും സദാ വർഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ ഈ സന്ദർഭത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധ്യമാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെയുള്ള റജബിൽ ഒരുമിച്ച് കൂടിയ പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവർ ചെയ്ത കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഈ മാസത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകമായി ഈ മാസത്തിന്റെ ഒരു പ്രത്യേകതയായി പഠിപ്പിച്ചെന്ന ഒന്നാണ് ഈ മാസത്തിൽ അള്ളാഹുവിനോട് പ്രത്യേകമായ ഒരു പ്രാർത്ഥന നിർവഹിക്കുക എന്നത്. നമ്മളെല്ലാവരും ഇത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അള്ളാഹുവെ, നീ റജബിലും ഷഅബാനിലും ബർക്കത്ത് ചെയ്യണേ റബ്ബേ. റമളാനിലേക്ക് ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി നീ അവിടെ എത്തിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് ചെയ്യുവാൻ, നിർവഹിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ് ഇത് എന്ന് അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. റജബ് മാസവും ഷഅബാൻ മാസത്തിലും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ലഭ്യമാകുമ്പോൾ മാത്രമാണ് റമളാനിനെ നമുക്ക് സജീവമാക്കാനും അതിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ പൂർണ്ണമായും സാംശീകരിക്കാനും സാധ്യമാകൂ എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ തന്നെ റമളാനിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്ന നിലക്ക് റജബിലും ഷഅബാനിലും ഒരുപാട് സൽക്കർമ്മങ്ങൾ തുടങ്ങി വെക്കാനും ആ തുടങ്ങി വെച്ച സൽക്കർമ്മങ്ങളിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കുക വഴി റമളാനിൽ അത് സജീവമായി തെറ്റുകൂടാതെ കൃത്യമായി നിർവഹിക്കാൻ കഴിയുക എന്നതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ നഷ്ടപ്പെട്ടു പോയ മുൻകൂർ കഴിഞ്ഞുപോയ മാസങ്ങൾ നഷ്ടപ്പെട്ടു പോയ നിർബന്ധാദി കർമ്മങ്ങൾ, അതുപോലെ തന്നെ ചെയ്യാൻ വിട്ടുപോയ നഷ്ടപ്പെട്ടു പോയ പല പ്രാർത്ഥനകളും അതൊക്കെ വീണ്ടെടുക്കാനും ചെയ്തു പോയ പാപങ്ങൾ പൊറിപ്പിച്ചുകൊണ്ട് റമളാനിന് വേണ്ടി തയ്യാറാകാൻ വേണ്ടിയുള്ള ഒരു അവസരമായി ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രാർത്ഥന നിരന്തരമായി നിസ്കാരത്തിന് ശേഷം നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ തന്നെ ജീവിതത്തിലുടനീളം നമുക്ക് പ്രാർത്ഥിക്കാം. ചിലരൊക്കെ നിസ്കാരത്തിന് ശേഷമായി ഒതുക്കാറുണ്ട്. എന്നാൽ നമുക്ക് എപ്പോഴും ദുആ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് ഒഴിയാതെ ഈ മാസം മുഴുവനും അടുത്ത ശഅബാൻ മാസത്തിലും ഇതേ പ്രാർത്ഥന ഹദീസിൽ വന്നതുപോലെ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പ്രാർത്ഥിക്കുക. റജബ് കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് റജബിനെ പറയാതിരിക്കരുത്. റജബിൽ നമുക്ക് ലഭിച്ച ആ നന്മകളൊക്കെ നിലനിൽക്കണം എങ്കിൽ ഈ പ്രാർത്ഥന അനിവാര്യമാണ്. അല്ലാഹു